السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ രാവിൽ പരിശുദ്ധമായ ദീനിനു വേണ്ടി അടരാടിയ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന ഈ സദസ്സ് നമ്മിൽ നിന്ന് പരിപൂർണമായ നിലക്ക് കബൂലാക്കട്ടെ. നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മജ്ലിസിന്റെ ബറക്കത്തുണ്ട് അല്ലാഹു നമുക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളാക്കിയ, നമ്മളെ സഹായിച്ച, നമ്മളെ സ്നേഹിച്ച നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നാടിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത, നമ്മുടെ മഹല്ലിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ മജ്ലിസുന്നൂറിന്റെ വരികൾ നമ്മൾ പാടി. അതിന്റെ ഇടയിൽ പ്രാർത്ഥനകളുണ്ട്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും തുടങ്ങിയ വരികൾ. മജ്ലിസുന്നൂറിന്റെ അഥവാ ബദരീങ്ങളുടെ പേരുകൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഇങ്ങനെ ദുആ കൊടുക്കുന്നത്? അത്തരം പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് വലിയ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ദൗവാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദരീങ്ങളുടെ പേരുകൾ അക്ഷരങ്ങളുടെ ഓർഡറിൽ പറയുമ്പോൾ അലിഫ് കൊണ്ട് തുടങ്ങുന്ന ആളുകൾ, പിന്നെ ബാ കൊണ്ട് തുടങ്ങുന്ന ആളുകൾ, താവ് കൊണ്ട് തുടങ്ങുന്ന ആളുകൾ, ഇങ്ങനെ അക്ഷരങ്ങളുടെ ഓർഡറിൽ ബദരീങ്ങളുടെ പേരുകൾ പറഞ്ഞ് അതിന്റെ ഇടയിൽ അല്ലെങ്കിൽ അതിന്റെ അവസാനത്തിൽ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ടായിരിക്കുമോ ഞങ്ങളുടെ അനുഭവമാണ് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ജലാലുദ്ദീൻ ദൗവാനി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അതുകൊണ്ട് മജ്ലിസുന്നൂറിന്റെ വരികൾക്കിടയിലുള്ള ഈ പ്രാർത്ഥന, ദാഹം മൗത്തത് കൂട്ടിയിടും തുടങ്ങിയ പ്രാർത്ഥനകൾ, അതിങ്ങനെ ഒരു ഈണത്തിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ ചൊല്ലിപ്പോകേണ്ടതല്ല. അത് നമ്മൾ ശ്രദ്ധിച്ച് ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവണമെങ്കിൽ ഹൃദയ സാന്നിധ്യം ആവശ്യമാണ്. വെറുതെ പാടിപ്പോയാൽ പറ്റൂല. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവണമെങ്കിൽ നമ്മളത് ചൊല്ലുമ്പോഴൊക്കെ ഖൽബ് കൊടുത്തിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്തിനാണ് നമ്മളിങ്ങനെ മജ്ലിസുന്നൂർ ചെല്ലുന്നത്? മജ്ലിസുന്നൂർ ചെല്ലുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവാനാണ്. കാരണം പടച്ചോനെ ഇന്നെ വിചാരിച്ചിട്ട് എനിക്ക് പുറത്തു തരണേന്ന് പറഞ്ഞാൽ നമുക്ക് റബ്ബ് പുറത്തു തരുമോ? പടച്ചോനെ ഇന്നെ വിചാരിച്ചിട്ട് എനിക്ക് പുറത്തു തരുന്നേ പറഞ്ഞാൽ പുറത്തു തരുമോ? ഇല്ലല്ലോ. പടച്ചോനെ ബദരീങ്ങൾ ഞങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നവരാണ്, അവരെ നീയും ഇഷ്ടപ്പെടുന്നുണ്ട്. വലിയൊരാളെടുത്തേക്ക് നമ്മളൊരു അപേക്ഷ സമർപ്പിക്കാൻ പോകുമ്പോൾ പറയും, ഞാന് നിങ്ങളെ സുഹൃത്തായ മജീദിന്റെ അയൽവാസിയാണ്. അപ്പൊ പ്രത്യേക പരിഗണന ഉണ്ടാവും. അതിനാണ് അത് പറയുന്നത്. ആ പ്രത്യേക പരിഗണന കിട്ടാൻ, അതിനാണ് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ബദരീങ്ങളെ പേര് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് പടച്ചോന് ഇഷ്ടമുള്ള ആളുകളെ മുന്നിൽ വെച്ച് റബ്ബിന്റെ സഹായം നമ്മൾ തേടുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള ഒരു സ്നേഹം കാരണത്താൽ സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു 3/4 മണിക്കൂർ വഅദ് പറയാന്നുള്ളത് ആചാരമായി ഞാനിവിടെ ഇരുന്നിങ്ങനെ വേർത്തിട്ട് കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉപകാരമുള്ളതായിരിക്കണം. നമുക്കിത് ജീവിതത്തിൽ പകർത്തിയാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളാണ് പറയേണ്ടത്. കേൾക്കുന്നതും ആ ഒരു നിയ്യത്ത് തന്നെ ആയിരിക്കണം. ഞാൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല, ഞാൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഞാൻ ഇങ്ങനൊക്കെ തന്നെ പോവുക, ഞാൻ ഇന്നലെ പോയമാതിരി ഇന്നും പോവും, ഇന്ന് പോയമാതിരി നാളെയും പോവും എന്നാണ് തീരുമാനിച്ചാൽ സഹാബത്ത് വന്ന് വഅദ് പറഞ്ഞാൽ നമ്മൾ നന്നാവൂല. അതുകൊണ്ട് ഖൽബ് തുറന്നിരിക്കണം. വളരെ കുറച്ചേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. കൂടുതൽ സംസാരിക്കലിലല്ല കാര്യം, 2 വരി പറഞ്ഞ് ജീവിതത്തിൽ പകർത്തുന്നതിലാണ് കാര്യം. അതുകൊണ്ട് ഖൽബ് തുറന്ന് കേൾക്കുക.
ജീവിതത്തിൽ പകർത്താൻ പറ്റുമെങ്കിൽ അത് പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ആഖിറം വെളിച്ചാകാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇറാഖിൽ ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു. പണ്ഡിതനാണ്, സൂഫിയാണ്, സഹാബത്തിന്റെ അടുത്തുനിന്ന് ദീന് പഠിച്ച ആളാണ്. ബഹുമാനപ്പെട്ട സയ്യിദു താബിഈൻ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. എല്ലാവരും ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ബഹുമാനപ്പെട്ടവർ പറയുന്ന കുറച്ച് ഉപദേശങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്ന ചില ഉപദേശങ്ങൾ. നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇവിടെ വന്ന ആളുകളൊക്കെ അങ്ങനെ ആയിരിക്കും. രണ്ട് നിലക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാവുക. സാധാരണ മനുഷ്യന്മാരെ രണ്ട് രൂപത്തിലാണ് കാണാറുള്ളത്. ഒന്ന്, കുറച്ചൊക്കെ ചെയ്യും നമ്മളെപ്പോലെ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നൊരു ധാരണ. ഞാൻ നിസ്കരിക്കുന്നില്ലേ, നോമ്പ് വെൽക്കുന്നില്ലേ, സകാത്ത് കൊടുക്കുന്നില്ലേ, ഹജ്ജ് നിർബന്ധമാകുമ്പോ ഞാൻ ഹജ്ജും ചെയ്തോളാം, പിന്നെ സുന്നത്തൊക്കെ എന്നെ കൊണ്ട് കഴിയണമായിരിക്കാൻ ചെയ്യണില്ലേ, ഞാൻ സ്വർഗത്തിൽ പോവില്ലേ? ഇതുണ്ടായ സ്വർഗത്തിൽ പോവോ? ഇത് ഉണ്ടാവുമ്പോഴത്തേക്ക് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞില്ലേ? ഇത് ഉണ്ടായി കൂടുമ്പോഴത്തേക്ക് അത് ബാത്തിലാക്കണം. എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന നന്മകൾ ഇങ്ങനെ എണ്ണിയെ കിട്ടും. അന്ന് ചെയ്ത തിന്മകൾ എണ്ണിയെ കിട്ടും. കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, ശരീരം കൊണ്ട്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന തിന്മകൾ എത്രയാണ്. അപ്പൊ ഈ പറയുന്ന നിസ്കാരം നോമ്പൊന്നും തുലാസിൽ കനം കൂടി കിട്ടൂല. അപ്പൊ മനുഷ്യന്മാര് ഒരു വിഭാഗം ഇങ്ങനെയാണ്, ചെയ്യുന്ന അമലുകൾ കൊണ്ട് അമിത പ്രതീക്ഷ വെച്ച് പുലർത്തും. രണ്ടാമത്തൊരു വിഭാഗമുണ്ട്, ഒന്നും ചെയ്യൂല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. എന്നിട്ട് പറയാം അല്ലാഹു റഹ്മാനാണ്, 100 ആളെ കൊന്നവന് പുറത്തു കൊടുത്ത റബ്ബ് എനിക്ക് പുറത്തു തരൂലേ എന്ന് പറഞ്ഞ് നിസ്കാരമല്ല ജമാഅത്തും ഇല്ലാതെ നടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ് ഇറങ്ങനെ നടക്കും. അല്ലാഹു റഹ്മാനാണിതൊക്കെ ഇവിടെ കിട്ടും. പള്ളിക്കാട്ടില് 6 അടി മണ്ണിൽ ചെന്നാ അവിടെ അള്ളാന്റെ റഹ്മാനൊന്നും അവിടെ കാണൂല. അവിടെ റഹീമാണ് അല്ലാഹു, റഹ്മാനല്ല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവനും അനുസരിക്കാത്തവനും അള്ളാഹു എല്ലാം ചെയ്തു തരും. വെള്ളം തരും, സമ്പത്ത് തരും, കാശ് തരും, വായു തരും, കുടുംബം തരും, ഇസ്സത്ത് തരും, എല്ലാം തരും. പക്ഷെ ഖബറിൽ ഈ വാണിയനൂർ കൂടി ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ അള്ളാഹു റഹ്മാനാണ്. പള്ളിക്കാട്ട് ചെന്ന് 1 മീറ്റർ താഴേക്ക് ചെന്നാൽ അള്ളാഹുവിടെ റഹ്മാനല്ല. കാരണം അത് വേറെ ലോകാണ്. അത് ദുന്യാവല്ല, അത് ആഖിറമാണ്. ആഖിറത്തിൽ അള്ളാഹു റഹ്മാനല്ല, അള്ളാഹു റഹീമാണ്. എന്താണ് റഹീം? അനുസരിച്ചവർക്ക് മാത്രം റഹ്മത്ത്. അനുസരിച്ചവർക്ക് മാത്രം റഹ്മത്ത്. ഈ 2 വിഭാഗം ജനങ്ങളും ശരിയല്ല. പിന്നെന്താ വേണ്ടത്? ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാൻ, അമലു ബിത്താഅത്ത്, ശരിയായ മുഅ്മിൻ ഒരുപാട് നന്മകൾ ചെയ്യും. വജ്തഹദു ഫിഹാ, അധ്വാനിച്ച് അമൽ ചെയ്യും. നമ്മള് അധ്വാനിച്ച് അമൽ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ വളരെ കുറച്ചല്ലേ ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ കഠിനാധ്വാനം ചെയ്യാന്നൊന്നും പറയാൻ വയ്യ. കഠിനാധ്വാനം ചെയ്യണമെങ്കിൽ ഒരു 100 റക്അത്തൊക്കെ അങ്ങനെ നിന്ന് നിസ്കരിക്കണം. ഒരു സമ്പൂർണനായ മുഅ്മിൻ അമൽ ചെയ്യുന്നു മാത്രമല്ല, കഠിനാധ്വാനം ചെയ്യും. അത് എന്നിട്ടും വഖാഫു അൻ തുറദ്ദ അലൈഹിം, ഇതൊക്കെ ചെയ്തിട്ടും പടച്ചോൻ സ്വീകരിക്കൂലേ എന്നൊരു പേടി അവനക്കുണ്ടാവും. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയണം, അൽ മുഅ്മിനു ജമഅ ഇഹ്സാനൻ വഖശ്യ. മുഅ്മിന് 2 കാര്യങ്ങൾ ഓന്റെ ഒപ്പം വേണം. ഒന്ന് നന്മ, നല്ലോണം നന്മ ചെയ്യണം, സുകൃതങ്ങൾ ചെയ്യണം, പരലോകത്ത് പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ നല്ലോണം ചെയ്യണം. അതോടുകൂടെ പേടിയും വേണം. ഇത് റബ്ബ് സ്വീകരിക്കൂലേ എന്നുള്ള പേടി. നമുക്കങ്ങനെ വല്ല ബേജാറുണ്ടോ? അള്ളാഹു സ്വീകരിക്കോ എന്നൊരു പേടി നമുക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് സമ്പൂർണനായ ഒരു മുഅ്മിന്റെ സ്വഭാവം, അതിലേക്ക് നമ്മൾ വരണം. സമ്പൂർണനായ മുഅ്മിന്റെ സ്വഭാവത്തിലേക്ക് വരണം. എത്ര ചെയ്താലും പടച്ചോൻ സ്വീകരിച്ചൂലേ എന്ന പേടി. നിങ്ങളൊന്ന് ആലോചിച്ചു.
ബഹുമാനപ്പെട്ട ഈ പറയുന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തോട് ഒരാൾ വന്ന് പറയാണ്, ശ്രദ്ധിക്കണേ, 1000 കൊല്ലം നരകത്തിൽ കടന്നിട്ട് ഒരാള് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. 1000 കൊല്ലം നരകത്തിൽ കടന്നിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ പടന്നിട്ട് കരയാണ്. ഹസനുൽ ബസ്രി തങ്ങളത് കേട്ടപ്പോ കരയാണ്, പടച്ചോനെ ഇനി അതുപോലെ ആക്കണേന്ന്. ഏതുപോലെ? 1000 കൊല്ലം നരകത്തിൽ കടന്ന് രക്ഷപ്പെട്ട പോലെ ഇനി ആക്കണേന്ന് പറഞ്ഞാൽ ഞാൻ 1000 കൊല്ലം കടന്നാലും രക്ഷപ്പെടൂല എന്ന പേടിയാണ്. ആരാ? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യൻ. 1000 കൊല്ലം കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ട മനുഷ്യന്റെ പോലെ എന്നെ ആക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് കരയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്തെല്ലോ ചെയ്തു എന്ന തോന്നൽ ഇബ്ലീസ് ഉണ്ടാക്കി തരികയാണ്. പിന്നെ നമുക്ക് കൂടുതലായി ചെയ്യാൻ പറ്റണില്ല. ഹസനുൽ ബസ്രി റളിയല്ലാഹുവിനെ പോലത്തെ ആളുകൾ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന്റെ താഅത്തിലല്ലാതെ ചെലവഴിക്കുന്നിട്ടില്ല. എന്നിട്ട് പോലും പേടിയാണ്, റബ്ബേ ഇത് സ്വീകരിക്കൂലേ എന്നുള്ള ബേജാറ്. സ്വഹാബത്തിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്ക്. സ്വഹാബത്തിൽ പല ആളുകൾക്കും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. അബൂബക്കർ സ്വർഗത്തിലാണ്, ഉമർ സ്വർഗത്തിലാണ്, ഉസ്മാൻ സ്വർഗത്തിലാണ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ പല ആളുകളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഇത് നമ്മളെ പറ്റി പറഞ്ഞാൽ പിന്നെ പള്ളി കാണൂല. കാരണം നമുക്ക് ടിക്കറ്റ് കിട്ടി, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടി. സഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് സഹാബത്തിന് എന്താ സംഭവിച്ചത്? നമുക്കൊരു സംശയം ഉണ്ടാവും. സ്വർഗത്തിലാന്ന് ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മനുഷ്യൻ നിസ്കരിക്കോ, ഇബാദത്ത് ചെയ്യോ? മടി വരൂലേ? കാര്യം കഴിഞ്ഞില്ലേ? അല്ല, സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായത് നേരെ തിരിച്ചായിരുന്നു. ആർക്കൊക്കെയാണോ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവരൊക്കെ വല്ലാത്ത ബേജാറിലായിരുന്നു. അവർക്ക് പേടി കൂടി. ഈ പറഞ്ഞ പേടി, എന്റെ അമൽ റബ്ബ് സ്വീകരിക്കൂലെന്നുള്ള പേടി കൂടെ ചെയ്തത്. അതിലേറ്റവും പ്രധാനിയാണല്ലോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ പേടി, പഠിച്ചവനെ ഞാൻ മുനാഫിഖാവോ, ഞാൻ മുനാഫിഖാവോ എന്നുള്ള പേടി. എനിക്ക് ശരിക്കും വിശ്വാസമല്ലേ? സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ ഒരു തട്ടിലും ലോക വിശ്വാസികളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ കനം തൂങ്ങുമെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ, പഠിച്ചവനെ എനിക്ക് ശരിയായ വിശ്വാസമല്ലേന്നാവോ, ഞാൻ കപട വിശ്വാസിയാവോ, എനിക്ക് നിഫാഖുണ്ടോ എന്ന പേടി. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകൾക്കാണ് ഈ പേടി. സഹാബത്തിൽ ഏറ്റവും പേടി സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകൾക്കായിരുന്നു. അതുകൊണ്ട് എത്ര ചെയ്താലും നമുക്ക് പേടി വേണം. എന്റെ മുഅ്മിനീങ്ങളെ, പേടി വേണം. ഇതെന്റെ റബ്ബ് സ്വീകരിക്കോ അതല്ല തള്ളിക്കളയോ തട്ടിക്കളയോ എന്ന പേടി നമുക്കൊക്കെ വേണം. നമ്മൾ ചെയ്ത കുറച്ച് കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ഞാൻ സ്വർഗത്തേക്ക് പോകുമെന്ന് തീരുമാനമെടുത്ത് നമ്മൾ നടക്കാതിരിക്കുക. ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തത് ഹുസ്നുൽ ഖുലുഖിനെ സംബന്ധിച്ചാണ്, സൽസ്വഭാവം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നമ്മൾ മഹ്ശറിൽ ചെല്ലുന്നൊരു നേരമുണ്ടല്ലോ, അവിടെ നമ്മളെ നന്മകളും തിന്മകളും തൂക്കും. നന്മകൾ കനം കൂടിയാൽ ജയിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്തതിൽ വെച്ച് എന്താണ് ആ കനം തൂങ്ങുന്നത്? നമ്മളെ നിസ്കാരാണോ, നമ്മളെ സക്കാത്താണോ? എന്തായിരിക്കും ആ ത്രാസിൽ കനം തൂങ്ങി നിൽക്കുന്നത്? നമ്മൾ ചെയ്തതിൽ എന്താണ്? അവിടെ ഏറ്റവും ഉപകരിക്കുന്നത് സൽസ്വഭാവമാണ്, നല്ല സ്വഭാവം. എന്താണ് നല്ല സ്വഭാവം? ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബദലുൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ ചെയ്യുക, നന്മകൾ ചെയ്യുക, ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുക, സേവനം ചെയ്യുക, ഭാര്യയ്ക്ക് സേവനം ചെയ്യുക, മക്കൾക്ക് സേവനം ചെയ്യുക, വാപ്പാക്ക് സേവനം ചെയ്യുക, അയൽവാസികൾക്ക് സേവനം ചെയ്യുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് സൽസ്വഭാവത്തിന്റെ ലക്ഷണമാണ്. അവനാന്റെ വീടും കുടുംബവും മാത്രം, വേറെ ഒന്നിനും ഓനെ കിട്ടൂല, ആർക്കും ഒരു സഹായം ചെയ്യൂലെങ്കിൽ സൽസ്വഭാവിയല്ല. ബദലുൽ മഅറൂഫ് വേണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പള്ളിന്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങാടിയിൽ നിന്ന് കൈനീട്ടി യാചിക്കുന്ന യാചകർ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അവർ സഹായിക്കണം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ആളുകളും നമ്മളെ നാട്ടിലുണ്ടാവും. അവർ നമ്മൾ സഹായിക്കണം. നമ്മളടുത്തേക്ക് ചോദിച്ചു വന്നാൽ മാത്രമല്ല, സൽസ്വഭാവമാണെങ്കിൽ അങ്ങോട്ട് പോയി കൊടുക്കും, ഇങ്ങോട്ട് വന്നാലല്ല. സൽസ്വഭാവികളാണെങ്കിൽ നമ്മളെ നാട്ടിലെ പാവങ്ങളെ തെരഞ്ഞു പിടിച്ചവരെ സഹായിക്കും.
കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ശർഈയായിട്ട് സമ്പത്തുള്ള ആളുകളാണ്. ഈ സമ്പത്തുള്ള ആളുകൾക്കുള്ള നിർബന്ധമായ ബാധ്യത എത്രയാണ്? സക്കാത്ത് കൊടുക്കൽ എന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരു ബാധ്യതയാണ്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭക്ഷണം കിട്ടാതെയോ ജോലിയില്ലാതെയോ ദരിദ്രനായി കഴിയുന്നുണ്ടെങ്കിൽ അവന്റെ ദാരിദ്ര്യം അകറ്റാതിരുന്നാൽ നമ്മളൊക്കെ കുറ്റക്കാരാണ്. ഈ നാട്ടുകാരെല്ലാവരും കുറ്റക്കാരാണ്. അവരെ സഹായിക്കാൻ ശേഷിയുള്ളവരെല്ലാവരും കുറ്റക്കാരാണ്. നിർബന്ധ ബാധ്യതയാണ്. ഫിഖഹിന്റെ കിതാബുകൾ കൃത്യമായി പറയുന്നുണ്ട്. ആ നാട്ടിലെ സമ്പത്തുള്ള ആളുകളുടെ മേൽ നിർബന്ധമാണ്. പാപങ്ങളെ സഹായിക്കൽ നിർബന്ധമാണ്. വെറും സക്കാത്ത് കൊണ്ട് ബാധ്യത വീടുന്നില്ല എന്നർത്ഥം. ഏതായിരുന്നാലും പാപങ്ങളെ തെരഞ്ഞുപിടിച്ച് സഹായിക്കുക, അത് ബദലുൽ മഅറൂഫിന്റെ ഒരു രീതിയാണ്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ആവുന്നതിന്റെ പരമാവധി മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് സൽസ്വഭാവത്തിന്റെ ലക്ഷണമാണ്. രണ്ടാമത്തത് കഫുൽ അതാ, ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഞാനും എന്റെ കുടുംബം പ്രയാസപ്പെടരുത് എന്നല്ല, ഒരു മനുഷ്യനും പ്രയാസപ്പെടരുത്, ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കരുത്. വഴിയിൽ കിടക്കുന്ന ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ടാണ്. ആർക്കും നമ്മളെ കൊണ്ട് ഒരാൾക്കും പ്രയാസം ഉണ്ടാവരുത്. ഉണ്ടായാൽ അവൻ സൽസ്വഭാവിയല്ല. മൂന്നാമത്തെ തലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നതയാണ്. എല്ലാവരോടും സന്തോഷത്തോടുകൂടെ ചിരിച്ച് പെരുമാറുന്ന ഒരു സ്വഭാവം, മുഖപ്രസന്നത, എപ്പോഴും സന്തോഷമുള്ള മുഖം. അത് കുട്ടികളോടും പാവപ്പെട്ടവരോടും സമ്പന്നരോടും ദരിദ്രരോടും പണ്ഡിതരോടും പാമരരോടും എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന നല്ലൊരു മുഖം അതുണ്ടെങ്കിൽ അതും സൽസ്വഭാവത്തിന്റെ ലക്ഷണമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. മൂന്നാമത്തെ ഉപദേശം, അറ്റമില്ലാതെ സംഭവിക്കുന്ന നമ്മുടെ പാപങ്ങൾ. നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന നന്മകൾ നമ്മൾ തന്നെ മലക്കുകൾക്ക് വിട്ടുകൊടുക്കാതെ ഒന്ന് എഴുതി വെക്കുക. അന്ന് നമ്മളിൽ നിന്ന് സംഭവിച്ച തിന്മകൾ എഴുതി വെക്കുക. ഏതായിരിക്കും കൂടുതൽ? ഇത് ഏത് ദിവസം എടുത്തു നോക്കിയാലും ഇങ്ങനെയാണ്. ഇനി അവസാനം കൂട്ടി നോക്കിയാലും എന്തെന്നെ ഉണ്ടാവുക? തിന്മകളാണ്ടാവുക. എവിടെ ഞാൻ തിന്മകൾ ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മളെ സംശയം. എവിടെ ഇപ്പൊ ഇനി ഞാൻ തിന്മകൾ ചെയ്യുന്നു? ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഹസനുൽ ബസരി അള്ളാഹുവിന് പറയാണ്, ഒരു മനുഷ്യൻ അവന്റെ അള്ളാഹുവിന്റെ ഇടയിൽ ഒരു പരിധി ഉണ്ട്. തെറ്റ് ചെയ്യണതിനൊരു പരിധി ഉണ്ട് എന്ന് പറയില്ല നമ്മൾ. ക്ഷമിക്കണതിനൊരു പരിധി ഉണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനൊരു പരിധി ഉണ്ട്. അത് കഴിഞ്ഞ് ധിക്കരിച്ചാൽ എന്തുണ്ടാവുക? തുബ്യ അലാ ഖൽബി, ഖൽബിന് അള്ളാഹു സീല് വെക്കും. എന്നാൽ എന്താ പ്രശ്നം? ഫലം യുവഫ്ഫിഖ്ഹു ലിൽ ഖൈരി അബദാ, പിന്നെ ഒരിക്കലും നന്നാവൂല. ഫലം യുവഫ്ഫിഖ്ഹു ലിൽ ഖൈരി അബദാ, പിന്നെ ഒരു നല്ലത് ചെയ്യാനുള്ള തൗഫീഖേ ഉണ്ടാവില്ല. നല്ലത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകൽ ആയിരിക്കാ? ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ പറ്റി, ഇതിന്റെ പേരിൽ ഒരുപാട് കൂലി നമുക്ക് കിട്ടി. അള്ളാഹ്ക്ക് നമ്മളോടൊരു ചെറിയ ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ്. തൗഫീഖ് അള്ളാഹു തന്നതാണ്. ഇത് തരാത്തവരുണ്ടാവും, അപ്പൊ അവർക്ക് ആ കൂലി കിട്ടൂല. നന്മകൾ ചെയ്യാൻ തൗഫീഖ് വേണം. അത് അള്ളാഹു എടുത്തു കളയുന്നതാണ്. എപ്പോ? പാപങ്ങൾ അധികമായാൽ. ഒരു കാര്യം പറയാം, എവിടെയാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. പൊതുവെ ഉള്ളൊരവസ്ഥ, നിസ്കാരം ഒഴിവാക്കുന്നത് വളരെ കൂടുതലാണ്. വീടുകളിൽ നിസ്കാരം ഒഴിവാക്കുന്നത് വളരെ കൂടുതലാണ്. ഈ അടുത്തൊരു ഭാര്യയും ഭർത്താവും തല്ലൂടുക എന്ന് പറഞ്ഞു. ഭർത്താവിനെ കുറിച്ച് ഭാര്യക്കുള്ള പരാതി, നിങ്ങൾ നിസ്കരിക്കുന്നില്ല. ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയാണ്, നിങ്ങൾ നിസ്കരിക്കുന്നില്ല. അപ്പൊ ഭർത്താവ് ഉടനെ പറയത്തരേ, അതിന് ഇജ്ജ് സുബഹി നിസ്കരിക്കണ്ട, നിസ്കരിക്കുകയാണെങ്കിൽ ഫുള്ള് നിസ്കരിക്കണ്ടേ, ഇജ്ജ് സുബഹി നിസ്കരിക്കുന്നില്ല. അപ്പൊ ഒരു വീട്ടിലത്തെ അവസ്ഥ, ഭർത്താവിന് ഫുള്ളില്ല നിസ്കാരമല്ല, ഭാര്യക്ക് സുബഹി നിസ്കാരമല്ല. ചിലപ്പോൾ ദുഹറും അസുറും ഉണ്ടാവില്ല, ഒന്നാഴ്ച മഗ്‌രിബ് നിസ്കരിക്കും. അതിൽ കേട്ട് നിൽക്കണ മോൻ പറഞ്ഞു തരേ, നിങ്ങൾ രണ്ടാളും നിസ്കരിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? കുടുംബത്തിൽ കലഹം തുടങ്ങിയിട്ട് 10 വർഷമായി. വീട്ടിന്റെ ബറക്കത്ത് പോകാൻ ഇത് പോരെ? നിസ്കാരമല്ല, ഇത് പാപമല്ലേ നമ്മൾ ചെയ്യുന്ന പാപം?
ഇന്ന ബൈനൽ അബ്ദി വൽ കുഫ്രി തർക്കു സ്വലാഹ്. മുസ്ലിമും കാഫിറും തമ്മിൽ വേർതിരിക്കുന്ന അടയാളം നിസ്കാരമാണ്. നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളും ഭാര്യമാരും എത്രത്തോളം നിസ്കരിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? സ്കൂളിൽ പോകുന്ന നമ്മളെ മക്കൾ, കൗമാരക്കാരായ നമ്മുടെ മക്കൾ, യുവാക്കളായ നമ്മളെ മക്കൾ എത്രത്തോളം നിസ്കരിക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ ഒരു കണക്കെടുത്താൽ അപ്പൊ തിരിയും സംഗതി. ഇതുകൊണ്ട് എന്താ ഉണ്ടാവുന്നതെന്നറിയോ? ഇതുകൊണ്ടുണ്ടാകുന്നത് തുബിഅ അലാ ഖൽബി, അല്ലാഹു ഖൽബിൽ സീൽ വെക്കും. ഫലം യുവഫിഖ്ഹു ലിൽ ഖൈരി അബദാ, പിന്നെ ഒരു ഖൈർ ചെയ്യാൻ നിങ്ങളുടെ മകന് അല്ലാഹു തൗഫീഖ് കൊടുക്കില്ല. സ്കൂളിന്റെ തിരക്കാണ്, കോളേജിന്റെ തിരക്കാണ്, നിസ്കാരം ഒഴിവാക്കി ശീലമായി. ഇനി ഈ മോനിക്ക് ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കൂട്ടി വായിക്കുക. നാളെ നമ്മൾ മരിച്ചു, നാളെ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആ മോനിക്ക് തോന്നൂല. നമുക്ക് വേണ്ടി ഖുർആൻ ഓതി തരാൻ, നമ്മുടെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാൻ ആ മോനിക്ക് തോന്നൂല. ഒരു ഖൈറും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കൂല. തെറ്റുകൾ ചെയ്തൊരു പരിധിയുണ്ട്. ഓരോ ദിവസവും 2 നിസ്കാരമെങ്കിലും അധിക കുട്ടികൾ ഒഴിവാക്കും. ഇത് പരിധി വിടുമല്ലേ? പിന്നെ ഖൈർ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുകയില്ല. പിന്നെ എന്തുണ്ടായി? ഈ മോനെ കൊണ്ട് എന്ത് കാര്യം നമുക്ക് ആഖിറത്തിൽ? റേഷൻ കാർഡിൽ പേരുണ്ടായതുകൊണ്ട് ഓന്റെ ഓഹരി പഞ്ചസാരയും അരിയും കിട്ടുന്നല്ലാതെ ഈ മോനുണ്ടായിട്ട് നമുക്ക് എന്ത് കാര്യം? ഒരു ഉപകാരമില്ലാത്തൊരു വസ്തു എന്ത് കാര്യം? മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ രക്ഷിതാക്കൾ ഗൗരവം കാണിക്കേണ്ടതാണ്. രക്ഷിതാക്കൾ കൊടുത്ത നിർദ്ദേശവും ആ ഗൗരവമാണ് നിസ്കരിക്കുന്ന ആളുകൾ നിസ്കരിക്കാൻ കാരണം. രക്ഷിതാക്കൾ ചെറുപ്പത്തിൽ തച്ച് ശീലമാക്കിയത് അതാണ് ഇന്ന് നിസ്കരിക്കുന്നവർ നിസ്കരിക്കാൻ കാരണം. അപ്പൊ അതില്ലാതിരുന്നാൽ ഇതാണ് പ്രശ്നം. പിന്നെ ആ കുട്ടിനെ കൊണ്ടൊരു ഉപകാരത്തിന് പറ്റൂല. ഇനി നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റ്, നമ്മൾ തെറ്റ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ കാണൂല, കള്ളു കുടിക്കണമൊന്നും ഉണ്ടാവില്ല, ഔറത്ത് മറക്കുന്നില്ല എന്നതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ഔറത്ത് മറച്ചാണോ പുറത്തിറങ്ങുന്നത്? ഇത് ഹറാമാണോ? അല്ലേ? ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? അത് ചെയ്താൽ കുറ്റമുണ്ട്. തടഞ്ഞില്ലെങ്കിൽ, അറിവുണ്ടായിട്ടും തടഞ്ഞില്ലെങ്കിൽ വാപ്പാക്ക് കുറ്റമുണ്ട്, ഉമ്മാക്ക് കുറ്റമുണ്ട്. ഔറത്ത് മറക്കാതെയാണ് പെണ്ണുങ്ങൾ, നമ്മളെ കുട്ടികൾ പുറത്തിറങ്ങുന്നത്. ആൺകുട്ടികൾ പിന്നെയും ഗ്രൗണ്ടിൽ മാത്രമേ ഔറത്ത് മറക്കാതിരിക്കുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം ഔറത്ത് മറക്കും. ഔറത്ത് മറക്കാതെ നമ്മുടെ പെൺകുട്ടികൾ പുറത്തിറങ്ങി നടക്കുന്നു. ഈ തെറ്റ് എന്ന് പറഞ്ഞ മഹാപാപമാണ്. കാരണം ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങി നടക്കുമ്പോ അത് കണ്ട ആർക്കെങ്കിലും കൊതി തോന്നിയാൽ അതിന്റെയും കൂടി പാപഭാരം ഇവരുടെയൊക്കെ തലയിലാണ്. ഈ തെറ്റ് വർദ്ധിച്ച് വർദ്ധിച്ച് എന്തുണ്ടാവും? നിങ്ങളുടെ പെൺകുട്ടികളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൈറിനും തൗഫീഖ് കൊടുക്കൂല. ആ പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ മരിച്ചാൽ, നിങ്ങൾ ഖബറിൽ കടന്നാൽ അവിടെ കടന്ന് പ്രയാസപ്പെടുമ്പോ ഈ കുട്ടിനെ കൊണ്ട് നിങ്ങൾക്കൊരു കാര്യവുമില്ല. റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടുക എന്നല്ലാതെ ഒരു കാര്യവും ഈ കൂട്ടനെ കൊണ്ടില്ല. അതുകൊണ്ട് ഇത്തരം നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ഹറാമ് വരും. ഈ ഹറാമുകൾ ചെയ്ത് 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 അള്ളാഹുവിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ മറ വന്നു പോയാൽ ഖൽബിന് അല്ലാഹു സീല് വെക്കും. ഖൽബിന് അല്ലാഹു സീല് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് തെറ്റ് വർദ്ധിച്ചത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടികൾ എത്രത്തോളം നിസ്കരിക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ കണക്കെടുക്കണം. ഇല്ലെങ്കിൽ സ്കൂൾ നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം സ്കൂൾ പഠിച്ചില്ലെങ്കിലും കാഫിറാവുന്നില്ല, പക്ഷെ നിസ്കരിച്ചില്ലെങ്കിൽ ആഖിബത്ത് മോശമാവും, ആഖിറം നഷ്ടപ്പെടും. +2 പഠിക്കുന്ന 2 കുട്ടികൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്ന് പറഞ്ഞു. അള്ള ഉണ്ടോന്ന്? മുസ്ലിം കുട്ടികളാ, നമ്മുടെ മക്കളാ. എവിടെ എത്തിയിരിക്കുന്നത്? ഇതൊക്കെ എവിടെ എത്തിയിരിക്കുന്നു? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തെറ്റുകൾ കൂടുന്നത് കൊണ്ടാണ് പിന്നെ നന്മ ചെയ്യാൻ സാധിക്കാത്തത്. നമ്മളെ പള്ളിയിൽ തറാവീഹ് നടക്കുമ്പോ ഈ റോഡ് സൈഡിൽ അവിടെ പാടത്തിന്റെ വക്കത്ത്
മൊബൈൽ തോണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുണ്ട്, മൊബൈൽ കളിച്ചിരിക്കുന്ന നമ്മുടെ മക്കള്. തറാവീഹ് നടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, റമളാനിൽ അള്ളാഹു നൽകുന്ന ഇത്ര വലിയൊരു അവസരമാണ് തറാവീഹ്. ആ തറാവീഹിന്റെ സമയത്ത് പോലും മൊബൈൽ തോണ്ടി അങ്ങാടിയിലും റോഡ് സൈഡിലിരിക്കണം നമ്മളെ മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ, നമ്മളെ കുട്ടികൾ. എന്താണ് സംഭവിച്ചത്? സാധാരണ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? റമളാൻ എത്തുമ്പോഴെങ്കിലും എല്ലാവരും പള്ളിയേറ്റണയും. കഴിഞ്ഞ വർഷം അത് കാണുന്നില്ല. തറാവീഹ് അതൊഴിവാക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല. തറാവീഹ് പോലും നമ്മളെ കുട്ടികൾ ഒഴിവാക്കണം. എന്തേ? ഖൈറ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നിർത്തി വെച്ചിരിക്കുന്നു. തെറ്റുകൾ ചെയ്ത് 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 ഖൽബിന് അല്ലാഹു സീൽ വെച്ചിരിക്കുന്നു. ഈ കുട്ടികളെ കൊണ്ട് നമുക്കൊരു കാര്യമില്ല. വെറുതെ അതൊരു ബാധ്യതയാവാന്നല്ലാതെ ഒരു കാര്യമില്ല ഇങ്ങനത്തെ മക്കളെ കൊണ്ട്. എന്ത് കാര്യം? ഒരു കാര്യമില്ല ഇങ്ങനത്തെ മക്കളെ കൊണ്ട്. ഇത്തരക്കാരാണ്. രാത്രി നമ്മൾ മരിച്ചു, വൈകുന്നേരം മരിച്ചു, നാളെയാണ് മയ്യത്തെടുക്കണത്. അപ്പൊ നമ്മളെ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഈ മോനും ഈ മോളും ഉണ്ടല്ലോ അപ്പുറത്തെ റൂമിൽ സുഖമായി കടന്നുറങ്ങും. അന്ന് വീട്ടിൽ മരിച്ചടക്കുന്ന വാപ്പാന്റെ അടുത്ത് നിന്ന് ഖുർആൻ ഓതാൻ പോലും ഈ കുട്ടികളെ പറ്റൂല. സാധാരണ മക്കൾക്ക് മരിച്ച വീട്ടിൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാവും. തിരക്കുകൾ ഉണ്ടാവില്ല, അതൊക്കെ ബാക്കിയുള്ള ആളുകൾ ചെയ്യും. രാത്രി ഒരു തിരക്കില്ലല്ലോ. രാത്രി വാപ്പയും ഇമ്മയും തൊട്ടപ്പുറത്തെ റൂമിൽ മരിച്ചടക്കുമ്പോ അപ്പുറത്തെ റൂമിൽ സുഖമായി ഉറങ്ങും ഈ മോൻ ഈ മോള്. വളർത്തിയതിന്റെ ഗുണാണ്. ഓതാനോ? ഓതാ മുത്തഅല്ലിമുകൾ ഉണ്ടാവും. അതോൽക്ക് വിട്ടുകൊടുത്തു. സ്വന്തം മോൻ അപ്പുറത്ത് സുഖമായി ഉറങ്ങുക. ഈ സാധു നാളെ ക്ലാസ്സിന് പങ്കെടുക്കേണ്ട ആളാ, നാളെ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കേണ്ട ആളാണ്, കിതാബ് ഓതി പഠിക്കേണ്ട ആളാണ്. ഓന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓതുക. ഇത്തരം മക്കളെ കൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് നമ്മളിതൊക്കെ മനസ്സിലാക്കി നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു പറയുന്ന ഒരു ഉപദേശം ഞാൻ പറഞ്ഞല്ലോ. 1000 കൊല്ലം നരകത്തിൽ കടന്നിട്ട് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ കരഞ്ഞിട്ട് പടച്ചോനെ യാ ലൈതനി മിസ്ല ദാലിക റജുൽ, ഞാൻ അതുപോലെ ആയിരുന്നെങ്കിൽ റബ്ബേ എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം കൊണ്ടെങ്കിലും നരകത്തു നിന്ന് രക്ഷപ്പെട്ടാൽ മതിയിരുന്നു എന്ന് സയ്യിദു താബിഈൻ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുമ്പോ നമ്മുടെ അമലുകളൊക്കെ എന്താണ്? നമുക്ക് ഈ നരകത്തെ പേടി വേണ്ടേ? ഈ നരകത്തെ പേടിച്ചിട്ടല്ലേ ഇവരൊക്കെ കരഞ്ഞത്? നമുക്ക് നരകത്തെ പേടി വേണ്ടേ? നരകത്തിന്റെ തീയ് നമ്മുടെ ശരീരത്തിന്റെ അടുത്തുകൂടി പോയാൽ മതി വെന്തുരുകാൻ. അത് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മക്കളെ ശരീരത്തിലോ തട്ടരുത് എന്ന് നമുക്ക് വാശി വേണ്ടേ? നിർബന്ധം വേണ്ടേ? നമ്മുടെ മക്കൾ തീയിലേക്ക് ഇടാൻ പറ്റുമോ? നമ്മുടെ കുട്ടികള് മരത്തുമ്മ കയറുമ്പോ നമ്മൾ പറയാറുണ്ട്, മോനെ വേണ്ട കയറണ്ട, വീണ് കയ്യും കാലും ഒടിയും. അപകടം വരുമ്പോ സൂചന കൊടുക്കേണ്ടത് ഉമ്മാന്റെയും വാപ്പാന്റെയും ബാധ്യതയല്ലേ പ്രിയമുള്ളവരെ? പുഴയ്ക്ക് കുളിച്ചാൻ പോകുമ്പോ നമ്മൾ പറയും പോണ്ട, അപകടമാണ്, മരിക്കാൻ സാധ്യതയുണ്ട്, പോണ്ട, ശക്തമായ വെള്ളമുണ്ട്. അപകടം മുന്നിൽ വരുമ്പോ സൂചന കൊടുക്കേണ്ടത് ഉമ്മാന്റെയും വാപ്പാന്റെയും കടമയല്ലേ? നരകമോ? നരകത്തിൽ എന്റെ കുട്ടി തുടരുത് എന്ന് ഉമ്മാക്കും വാപ്പാക്കും കാർക്കശ്യം വേണ്ടേ? എന്റെ കുട്ടി നരകത്തിൽ തുടരുത്, എന്റെ കുട്ടിന്റെ ശരീരം പൊള്ളലേൽക്കരുത്, എന്റെ കുട്ടി നരകത്തിൽ പോകരുത് എന്ന് നിർബന്ധം വേണ്ടേ ഉമ്മാക്കും വാപ്പാക്കും? അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആഖിറത്തിന്റെ കാര്യമല്ലേ? എന്റെ കുട്ടി നരകത്തിൽ പോവുക റബ്ബേ. കുട്ടിനോട് പറയണ്ട, മോനെ നരകത്തിൽ പോവും, നിസ്കരിക്കണം, സദഖ ചെയ്യണം, സുന്നത്ത് നിസ്കരിക്കണം, ജമാഅത്തിന് പോകണം, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന്, നരകത്തിൽ പോവുമെന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? നമ്മുടെ മക്കൾ നരകത്തിൽ പോവോ എന്നൊരു പേടി നമുക്ക് ശരിക്കും ഉണ്ടാവേണ്ടതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇന്ന് സംഭവിക്കുന്നത് നേരെ തിരിച്ച്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, മജാലിസുൽ ഉലമാ എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ മജ്ലിസുകൾ അത് വെളിച്ചമാണ്. അദ്ദുനിയാ കുല്ലുഹാ ദുൽമ, ദുനിയാവ് മുഴുവനും ഇരുട്ടാണ്, ആകെ വെളിച്ചം ഇൽമിന്റെ മജ്ലിസാണ്.
ആകെ വെളിച്ചമുള്ളത് ഇൽമിന്റെ മജ്‌ലിസിലാണ്. ഈ വെളിച്ചമുള്ളോടത്ത് നമ്മൾ നിൽക്കോ? വെളിച്ചമുള്ളോടത്ത് നമ്മൾ നിൽക്കൂല. കുറുക്കന്റെ മാതിരിയാ. വെളിച്ചമുള്ളോടത്ത് നമ്മൾ നിൽക്കൂല. ഇരുട്ടുള്ളോടത്താണ് നമ്മളെ കാണുക. വെളിച്ചമുള്ളോടത്ത് നമ്മളെ കാണൂല. ഇന്ന് രക്ഷിതാക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം വേണോ വേണ്ടേ എന്നുള്ള സംശയത്തില്ല. മദ്രസയിലൊക്കെ കുട്ടികൾ വളരെയധികം കുറഞ്ഞു വരുന്നത് കാണുമ്പോ സങ്കടം തോന്നുന്നുണ്ട്. സങ്കടമല്ല, ഇതിട്ടെനിക്ക് ഇതൊന്നും മനസ്സിലാണില്ലല്ലോ എന്നുള്ള സങ്കടം. എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ദുനിയാവിൽ ആകെ വെളിച്ചമുള്ളത് ഇൽമിന്റെ മജ്‌ലിസിലാണ്. ശർഈയായ ഇൽമു പഠിക്കാൻ അരമണിക്കൂർ, ഭൗതികമായ ഇൽമു പഠിക്കാൻ 6 മണിക്കൂർ. ശർഈയായ ഇൽമു കൊണ്ട് എന്ത് സംഭവിക്കും? ആഖിറ രക്ഷപ്പെടും. ഭൗതികമായ ഈ ഇൽമു കൊണ്ട് എന്താണ് സംഭവിക്കുക? ഈ ദുനിയാവിലെ 10 20 കൊല്ലം. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കളുടെ ആഖിറം നഷ്ടപ്പെടുത്തരുത്. ദുനിയാവിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരത്തിനിടയിൽ നമ്മുടെ കുട്ടികളുടെ ആഖിബത്ത് മോശമാകുന്നത്, ഖബറിൽ അവർ പ്രയാസപ്പെടുന്നത്, മഹ്ശറിൽ പ്രയാസപ്പെടുന്നത്, ആഖിറത്തിൽ പ്രയാസപ്പെടുന്നത് രക്ഷിതാക്കളായ നമുക്കൊക്കെ നല്ലതുപോലെ പേടി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നല്ലതുപോലെ പേടി വേണം. നമ്മുടെ മക്കൾ ഈ ഇരുട്ടിന്റെ കേന്ദ്രങ്ങളിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ലൈംഗികത ആസ്വദിക്കുന്നത് അവിടെ നിന്നാണ്. ലഹരി നുണയുന്നത് അവിടെ നിന്നാണ്. എല്ലാ വേണ്ടാവൃത്തികളും പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. ആ സ്കൂൾ പഠിക്കാൻ 6 7 മണിക്കൂർ നമ്മൾ ചെലവഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് പുറമെ മദ്രസ വിദ്യാഭ്യാസം 1/2 മണിക്കൂറും 1 മണിക്കൂറും ആയാൽ ഈ കുട്ടിയെ പിന്നെ എന്തിനു പറ്റും? ഞാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. രാവിലെ ട്യൂഷൻ 7 മണിക്കൂർ ഏതായാലും സ്കൂളുണ്ട്. പിന്നെ അതിന് പുറമെ രാവിലെയും വൈകുന്നേരം ട്യൂഷൻ. എന്തിനാണെന്നറിയോ? A+ കിട്ടാൻ, ഫുൾ A+ ആവാൻ. ഈ A+ന്റെ റിസൾട്ട് പരീക്ഷ എഴുതി A+ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ പൊന്നുമോൻ പൊന്നുമോൾ മരിക്കുന്നത് എന്നൊന്ന് സങ്കല്പിക്കുക. SSLCന്റെ റിസൾട്ട് വരുന്നതേ ഉള്ളൂ. 10 A+ ആണെന്ന് ഉറപ്പാണ്. കാരണം രാവിലെയും വൈകുന്നേരം ട്യൂഷൻ കൊടുത്തതാ. 10 A+ ആണെന്ന് ഉറപ്പാ. ഈ റിസൾട്ട് വരുമ്പോ അതിന്റെ മുമ്പ് അത് കാണാൻ ഭാഗ്യമില്ലാതെ ഇവൻ മരിച്ചുപോയാൽ ഈ SLC ബുക്ക് 1 അല്ല 10 ഉണ്ടായിട്ട് എന്ത് കാര്യം? ഓൻ കിടക്കുന്നത് ഖബറിലാണ്. അവിടെ 10 A+ കൊണ്ട് കാര്യമൊന്നുമില്ല. ആ A+ കണ്ട് ഞമ്മക്ക് സന്തോഷം വരുമോ അതോ കണ്ണിന്ന് വെള്ളം വരുമോ? അതുകൊണ്ട് ഓവറായി മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം ഓവറാക്കുക. പാകത്തിനൊക്കെ പറ്റും. മദ്രസ ഭൗതിക വിദ്യാഭ്യാസം ഒക്കെ പറ്റും. പക്ഷേ അള്ളാഹു ആര്, പ്രവാചകനാര്, ഉമ്മയാര്, ഉപ്പയാര്, എന്താണ് ആഖിറം, എന്താണ് മരണം, ഈ ഇൽമില്ലാതെ എന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടും ഈ SSLC ബുക്ക് കൊണ്ട് ഖബറിൽ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചാൽ മതി. SSLC ബുക്ക് കിട്ടിക്കോട്ടെ, 10 കിട്ടിക്കോട്ടെ, 10ലും 200 A+ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഖബറിൽ ഈ കുട്ടി പ്രയാസപ്പെടരുത് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? മക്കൾക്ക് ശർഈയായ ബോധമല്ലെങ്കിൽ എന്ത് തോന്നിവാസം ചെയ്യാൻ ഒരു മടിയുണ്ടാവില്ല. അവൻ ഖബർ ചെന്ന് നാളെ പ്രയാസപ്പെടാൻ. ഇത് ഉമ്മാക്ക് നോക്കാൻ നേരല്ല, ഇത് വാപ്പാക്ക് ചിന്തിക്കാൻ സമയമില്ല. ഈ മോന് നാളെ ആഖിറത്തിൽ ഇടങ്ങാറാവൂലേ? ഒരു കാര്യം കൂടി ഞാൻ പറയാൻ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മക്കൾക്ക് വലിയ സ്ഥാനം ജോലിയും കിട്ടാൻ വേണ്ടി ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ സീറ്റ് കിട്ടാൻ വേണ്ടി കാശ് കെട്ടിവെച്ച് രാവിലെയും വൈകുന്നേരവും ഇല്ലാതെ ക്ലാസ് കൊടുത്ത് ശർഈയായ ഇൽമൊന്നും കൊടുക്കാതെ അങ്ങ് മരിച്ചുപോയാൽ, മരിച്ചു പോകുന്നതിന്റെ മുമ്പ് തന്നെ ഇത് അള്ളാഹു നമ്മളെ പഠിപ്പിക്കും കേട്ടോ. കാരണം മക്കൾ വാപ്പാരെ നോക്കാത്തത് ഭൗതിക വിദ്യാഭ്യാസം ഏറിയ കാരണം കൊണ്ടാണ്, മതവിദ്യാഭ്യാസം ഏറിയതിന്റെ കാരണം കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശർഈയായ ബോധമുള്ള ഒരു ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആയാലും കലക്ടറായാലും ഉമ്മാനും വാപ്പാനും നോക്കും. ശർഈയായ ബോധമുണ്ട്, പടച്ചോനെ പേടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം. നമുക്ക് അഭിമാനാണ്, മുസ്ലിം സമുദായത്തിന് അഭിമാനമാണ്, നമ്മുടെ നാടിന് അഭിമാനമാണ്, നമ്മുടെ കുടുംബത്തിന് അഭിമാനമാണ്. പക്ഷേ ഇവനക്ക് ആഖിറത്തെക്കുറിച്ച് ഓർമ്മയില്ലെങ്കിൽ ഇതൊക്കെ നാളെ നമുക്ക് അപമാനമാണ്, നമുക്ക് നഷ്ടമാണ്, വഷളത്തരമാണ്.
അതുകൊണ്ട് മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നിൽ കടന്ന് ചാകുമ്പോ പരിശുദ്ധമായ ദീൻ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടോ, ആഖിറം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സമയം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്ന ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യബ്ന ആദം, മനുഷ്യ, ലാ ഗിനം ബിക അൻ നസീബിക മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഓഹരി എത്ര വലുതായാലും അതുകൊണ്ടൊന്നും നീ സമ്പന്നനാകുന്നില്ല. ദുനിയാവിൽ നിന്ന് എത്ര കിട്ടിയാലും അതുകൊണ്ടൊന്നും നീ സമ്പന്നനാകുന്നില്ല. നീ അപ്പോഴും ബേജാറ് തന്നെയാണ്. കാരണം ആഖിറം കിട്ടിയിട്ടില്ല. ദുനിയാവിൽ നിന്ന് എത്ര വലിയ ഓഹരി കിട്ടിയാലും അതുകൊണ്ടൊന്നും ഗിനയില്ല, ആവശ്യം തീർന്നിട്ടില്ല, ആവശ്യം കൂടിയിട്ടുണ്ടാവുള്ളൂ. എത്ര കോടികൾ സമ്പാദിച്ചാലും കൊണ്ടുപോകണത് 1000 റുപ്യന്റെ തുണിയാണ്. ഈ സമ്പത്ത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞമ്മക്കായി മേലെന്ന് കയറുമ്പോ കെട്ടി തൂക്കി ഇറക്കി തന്നതല്ല, അത് വേറൊരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പോന്നതാ. വാങ്ങിയിട്ടോ അനന്തരം കിട്ടിയിട്ടോ നമ്മളെ ശേഷം അത് വേറൊരാൾ കൊണ്ടുപോവാണ്. വേറൊരാളിരുന്ന് വാങ്ങിയത് മറ്റൊരാൾക്ക് കൊണ്ടുപോകാനുള്ളത് അതും കടന്നിട്ടാണ് ഈ സാധു സമയം കളഞ്ഞ് ആഖിറം നഷ്ടപ്പെടുത്തുന്നത്. അയിമ കൂടുന്നതിന് പ്രശ്നമൊന്നുമില്ല, ആഖിറം പോകുന്ന പ്രശ്നം, ആഖിറം പോകുന്നതാ പ്രശ്നം. കയ്യിൽ കുറച്ചേരം കിട്ടിയ സാധനം മുതലാക്കി ആഖിറത്തേക്ക് ഉണ്ടാക്കിയല്ലേ വേണ്ട. അതുകൊണ്ട് ദുനിയാവിൽ നിന്നുള്ള നിന്റെ ഓഹരി എത്ര വലുതായാലും രക്ഷയില്ല. അതുകൊണ്ടൊന്നും നിനക്ക് നീ സമ്പന്നനായിട്ടില്ല, അതുകൊണ്ട് നിന്റെ ആവശ്യം തീർന്നിട്ടില്ല. എന്നാൽ വഅൻത ഇലാ നസീബക മിനൽ ആഖിറ അഫ്ഖർ, നീ ആഖിറത്തിൽ നിനക്കൊരു വിഹിതം കിട്ടണം, അതിലേക്ക് നീ വല്ലാത്ത ആവശ്യക്കാരനാണ്. ആഖിറത്തിൽ നിന്നൊരു വിഹിതമാണ് നിനക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. സ്വർഗത്തിൽ നമുക്ക് കടന്നു ഉരുളാൻ സ്ഥലമാണോ വേണ്ട? ഒരു മുസല്ലിട്ട് ഒരു മൂലയിൽ കുത്തിരിക്കാൻ സ്ഥലം കിട്ടിയ പോരെ മുഅ്മിനീങ്ങളെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമ്പത്ത്, കുടുംബം, നല്ല അന്തരീക്ഷം, ഈ നിഅമത്തുകളൊക്കെ വെച്ച് അതൊക്കെ വെച്ച് പടച്ചോനിലേക്ക് തന്നെ അങ്ങോട്ട് അടുക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അതാണ് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്മാര് മുഴുവൻ മഗ്റൂരിങ്ങളാണ്, ചതിക്കപ്പെടുന്നവരാണ്. ആരാണ് ചതിക്കുന്നത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് നമ്മളെ ചതിച്ചുകൊണ്ടേയിരിക്കാൻ. എങ്ങനെയെങ്കിലും ഇവൻ നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് പോകാനുള്ള പണിയാണ് ഇബ്ലീസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കി തരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ചിന്തയാണ്. നമ്മളെ ചിന്തയൊന്നുമല്ല. നമ്മളങ്ങനെ മോശപ്പെട്ട് ചിന്തിക്കുന്ന ആളുകളല്ല. നമ്മൾ സ്വതന്ത്രമായി ചിന്തിച്ചാൽ എന്താണ് കിട്ടുന്നത്? ഇന്ന് രാത്രി മരിക്കാൻ സാധ്യതയുണ്ട്, ഇത് വെച്ചോണ്ട് തിരുന്നിട്ട് കാര്യമില്ല, അള്ളാന്റെ മാർഗത്തിലാണ് കൊടുക്കാം എന്നല്ലേ ബുദ്ധി കൊണ്ട് കിട്ടുന്നത്. പിന്നെ കൊടുക്കണ്ട എന്ന് പറയുന്ന ആരാ? നമ്മളല്ല, അത് ഇബ്ലീസാണ്. ഇബ്ലീസ് നമ്മുടെ മനസ്സിലുണ്ടാക്കി തരുന്ന മൈൻഡാണ്. നമ്മളൊക്കെ ചതിക്കപ്പെടുന്നവരാണ്. ഇബ്ലീസാണ് ചതിക്കുന്നത്. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, മക്കളുടെ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധ വേണമെന്ന് ഞാൻ പിന്നെയും പറയുന്നത്, പല പ്രശ്നങ്ങൾ, 100,000 പ്രശ്നങ്ങൾ കേട്ട് പരിചയമുള്ളത് കൊണ്ടാണ്. ഈ അടുത്തൊരു ചെറുപ്പക്കാരനോട് ഒന്ന് പറയാം, ശ്രദ്ധിക്കണം. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറയാണ്, 5 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, ഒരാഴ്ചയായി, എന്നോട് പരിചയമില്ലാത്ത ഒരാളാ. ഇത് പറയാനായിട്ട് സങ്കടം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ ചെറുപ്പക്കാർ നമ്മളെ റൂമിക്ക് കയറിയത്, അല്ലാതെ വരലുമില്ല. ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ്, ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഞാൻ ഗൾഫിലായിരിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് ഫോൺ വിളിച്ചിരുന്നു, ഭാര്യയ്ക്ക് ഫോൺ വിളിച്ചിരുന്നു, അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നു നോക്കുമ്പോ മൈൻഡ് കുറവാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചറിഞ്ഞു നോക്കുമ്പോ തുടക്കം മുതലും അങ്ങനെ പറഞ്ഞു, ഇവൻ നല്ലൊരു കുട്ടിയാണ്, നല്ല വിഭാഗത്തുള്ള നല്ല ചെക്കനാ. അപ്പം പറഞ്ഞുതരാ, എന്റെ ഭാര്യ അന്ന് പഠിച്ചിരുന്നു, കല്യാണം കഴിയുമ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തുടർന്ന് പഠിക്കാനൊക്കെ സമ്മതം കൊടുത്തു. അവളിങ്ങനെ പുറത്തുപോയി അവള് മേക്കപ്പ് ഇട്ടിട്ടും ഇങ്ങനെ ഔറത്ത് മറക്കാതെയൊക്കെ പോകാൻ തുടങ്ങി. അത് വർദ്ധിച്ച് വളരെ വഷളായി.
ഞാൻ ഉപദേശിക്കുമ്പോൾ അവൾ എന്നോട് പറയുന്നത് എന്നെ ആരും ഉപദേശിക്കണ്ട എന്നാണ്. അങ്ങനെ അവൾ നിസ്കാരം ഒഴിവാക്കി തുടങ്ങി. ഒരു പേടിയില്ല. എന്തെങ്കിലും വല്ല മുസീബത്തും വരുമ്പോ അന്ന് നിസ്കരിക്കും, അല്ലാത്ത ഒരു ദിവസം നിസ്കാരമല്ല എന്ന് പറഞ്ഞു. നിസ്കരിക്കണില്ല, ഔറത്ത് മറക്കണില്ല. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ഭംഗിയാവേണ്ടത് അന്യരായ മയമീന്റെയും മജീദിന്റെയും മുമ്പിലല്ല, സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാ. പെണ്ണ് ഭംഗിയാവേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാ, റോട്ടുമ്മക്ക് ഇറങ്ങുമ്പോഴല്ല. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ഇതുകൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഓൻക്കാണെങ്കിലോ അവളോട് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ്. ഈ പെണ്ണൊരിക്കലും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ജീവിക്കുന്നത്. അവസാനം കഴിഞ്ഞ ആഴ്ച, അതിന്റെ മേൽത്താഴ്ച ത്വലാഖ് ചെല്ലേണ്ടി വന്നു. ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും ചെറിയ ഡിപ്രഷനിലാണ്. എന്തപ്പതുകൊണ്ടുണ്ടായി? പെണ്ണ് പഠിച്ചു, ഒരു 8,000-10,000 ജോലി കിട്ടി. അതുകൊണ്ടൊരു കുടുംബം പോയി. കുടുംബജീവിതം നഷ്ടപ്പെട്ടു. ഇനി ഈ ശരീരം എവിടേക്കുള്ളതാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഈ ശരീരം അള്ളാഹുവിനെ ധിക്കരിച്ച് പറഞ്ഞതനുസരിക്കാതെ നടക്കുന്ന ഈ ശരീരം എവിടേക്കുള്ളതാണ്? അപ്പൊ ഇതൊക്കെ എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്. എല്ലാത്തിനും ഒരു പരിധിയും ഭാഗമൊക്കെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വിടാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ അങ്ങനത്തെ എല്ലാ രോഗങ്ങളും നമ്മൾ ഈ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാട്ടിൽ തന്നെ പല രോഗികളുണ്ട്, പല വിധത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ മജ്‌ലിസിൽ പങ്കെടുത്തവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് അവരെ ഇഷ്ടപ്പെട്ട് പരിശുദ്ധമായ ഹഖായ ദീന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഇതുവരെ ജീവിച്ചതുപോലെ ഇനിയും ജീവിച്ച് ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. റഹ്മാനു റഹീമുമായ രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് സാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ മജ്‌ലിസിലേക്ക് കടന്നു വന്നതെങ്കിൽ അതൊക്കെ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയതിൻ്റെയും പറഞ്ഞതിൻ്റെയും മിസ്ലി സവാബിനെ ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മുഴുവൻ അമ്പിയാക്കള്, ഔലിയാക്കള്, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരുടെ പേര് ചൊല്ലിയത് ഖബൂലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ മരണം വരെ മഹാന്മാരായ ബദരീങ്ങളുടെ കാവൽ നൽകണേ റഹ്മാനെ. അവരുടെ ബറക്കത്ത് നൽകണേ റഹ്മാനെ. മദദ് നൽകണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട് വിജയിക്കുന്നവരുൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്‌ലിസിൽ രോഗികളായ ഒരുപാട് ആളുകളുണ്ടല്ലോ റഹ്മാനെ. എല്ലാ രോഗികൾക്കും പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനെ. എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശിഫാ നൽകണേ ഷാഫി. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആക്സിഡന്റ് പോലത്തെ കീറി മുറിക്കേണ്ടുന്ന അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കുടുംബങ്ങളെയും മഹല്ലത്തിലെ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മുഴുവൻ രോഗികൾക്കും പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനെ. പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ശരീരത്തിലുള്ള മുഴുവൻ രോഗങ്ങൾക്കും പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനെ. കുടുംബത്തിലുള്ളവർക്ക് പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനെ.
ഞങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ ഖൈർ നൽകണേ റഹ്മാനെ, ബറക്കത്ത് നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ അല്ലാഹ്. ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളിലും ഖൈർ നൽകണേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ലി സവാബിനെ, ഈ മജ്ലിസിൻ്റെ മിസ്ലി സവാബിനെ, ഞങ്ങൾ ചൊല്ലിയതിൻ്റെ സവാബിനെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, മക്കൾ, സഹോദരിമാര്, വിശിഷ്യ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറപ്പെട്ട് കിടക്കുന്ന ഖബറാളികളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങളുടെ മറുപടി പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മാലാകമാര് നംകനൗമത്തിൽ അറൂസ് എന്ന് പറയുന്നവർ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഖബറിന്റെ ഇരുട്ടിനെ തൊട്ട് ഇടുക്കത്തെ തൊട്ട് അദാബിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. സുഖലോക സ്വർഗമാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിപ്പിക്കണേ റഹ്മാനെ. അടുത്തിടെയായി ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, ഇന്നലെ മരണപ്പെട്ടവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ജീവിതകാലത്ത് ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും സദഖകളും ഖബൂലാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. നിന്റെ സ്വർഗം ഔദാര്യമായി നൽകണേ അല്ലാഹ്. സിറാത്ത് പാലം പെട്ടെന്ന് വിട്ട് കടക്കുന്നവർ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ അതുപോലെ വാങ്ങിക്കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണതുണ നൽകണേ അല്ലാഹ്. മക്കൾ കാരണം ദുനിയാവും ആഖിറും വഷളാകുന്ന, നഷ്ടപ്പെടുന്ന അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. പൊന്നു മക്കൾക്ക് ദീനീ പഠനം നൽകാനുള്ള, ദീനീ ബോധം നൽകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ബുദ്ധി നൽകണേ അല്ലാഹ്. മനസ്സ് നൽകണേ റഹ്മാനെ. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലത്തിലെ ദീനീ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ദർസിന് വേണ്ടി സഹായിക്കുന്നവർ, അവർക്ക് വേണ്ടി വസ്ത്രവും ഭക്ഷണവും നൽകിയവരെ ഖബൂലാക്കണേ റഹ്മാനെ. സ്വർഗീയ ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, ആരാമങ്ങൾ, വിരിപ്പുകൾ നൽകണേ റഹ്മാനെ. സ്വർഗമല്ലാതെ നീ സ്വർഗം നൽകണേ റഹ്മാനെ. സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂലാക്കണേ അല്ലാഹ്. ദുആ ഖബൂലാക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.